വളരെ കാലം മുമ്പ് കുന്നുകളാൽ ചുറ്റപ്പെട്ട ലളിതമായ ഒരു ഗ്രാമത്തിൽ താര എന്ന യുവതി താമസിച്ചിരുന്നു. താര തൻ്റെ ശാന്തമായ ജീവിതത്തിൽ തൃപ്തിയായിരുന്നു. അവളുടെ കുടുംബത്തിൽ ചെറിയൊരു കൃഷിയിടം പരിപാലിക്കുകയും സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു. അവൾ സന്തോഷവതിയായിരുന്നെങ്കിലും താരയ്ക്ക് കൂടുതലായി എന്തെങ്കിലും ആഗ്രഹം തോന്നിയെങ്കിലും തൻ്റെ ഗ്രാമത്തിൻ്റെ സുരക്ഷിതത്വം വിട്ടുപോകാൻ ഭയമായിരുന്നു. ഒരു ദിവസം അലഞ്ഞു തിരിയുന്ന സമർത്ഥ എന്ന സന്യാസി ഗ്രാമം സന്ദർശിച്ചു. വിദൂരദേശങ്ങൾ, മഹത്തായ സാഹസികതകൾ, വളരാൻ ഒരാളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. കൗതുകം തോന്നിയ താര അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട സമർത്ഥ്, താര തുടങ്ങി, എൻ്റെ ഗ്രാമത്തിനപ്പുറം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹം തോന്നുന്നു. പക്ഷേ എൻ്റെ കംഫർട്ട് സോൺ വിട്ടുപോകാൻ എനിക്ക് ഭയമാണ്. കൂടുതൽ സംതൃപ്തമായ ജീവിതം നയിക്കാനുള്ള ധൈര്യം ഞാൻ എങ്ങനെ കണ്ടെത്തും? താര, ഞാൻ നിന്നോടൊരു കഥ പറയാം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സമർത്ഥ് പറഞ്ഞു. സമർത്ഥ് പറഞ്ഞു തുടങ്ങി, ഒരു സമൃദ്ധമായ വനത്തിൽ ഒരിക്കൽ ആര്യ എന്ന കുഞ്ഞു പക്ഷി താമസിച്ചിരുന്നു. പരിചിതമായ മരങ്ങളാലും കാടിൻ്റെ മൃദുവായ ശബ്ദങ്ങളാലും ചുറ്റപ്പെട്ട തൻ്റെ ചെറിയ കൂട്ടിൽ ആര്യ സംതൃപ്തിയായിരുന്നു. അവൾ പലപ്പോഴും ആകാശത്തേക്ക് നോക്കി ഉയരത്തിൽ കയറുന്നത് സ്വപ്നം കണ്ടു. പക്ഷേ അവളുടെ കൂടിൻ്റെ സുരക്ഷിതത്വം വിട്ടുപോകാൻ ഭയമായിരുന്നു. ഒരു ദിവസം ധ്രുവ് എന്ന വൃദ്ധനായ മൂങ്ങ ആര്യയെ കണ്ടു. അവളുടെ കൊതിപ്പിക്കുന്ന കണ്ണുകൾ കണ്ട് ധ്രുവ് പറഞ്ഞു, ആര്യ, നിനക്ക് ശക്തമായ ചിറകുകളും സ്വപ്നങ്ങൾ നിറഞ്ഞ ഹൃദയവുമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറന്ന് വിശാലമായ ആകാശം പര്യവേക്ഷണം ചെയ്യാത്തത്? ആര്യ മറുപടി പറഞ്ഞു, എനിക്ക് ഭയമാണ് ധ്രുവ്. ഞാൻ വീണാലോ? തിരിച്ചു വരാനുള്ള വഴി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ? ധ്രുവ് പതുക്കെ അവളുടെ അരികിലിരുന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് മുകളിൽ ഉയരത്തിൽ പറക്കുന്ന കഴുകനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. കഴുകനും ഒരിക്കൽ ഭയം തോന്നി. പക്ഷെ അത് ചുമക്കാൻ ചിറകുകളിൽ വിശ്വാസത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടം നടത്താൻ തീരുമാനിച്ചു. ഓരോ പറക്കലിലും പുതിയ ഉയരങ്ങളും ഭൂമിയും കണ്ടെത്തിക്കൊണ്ട് അത് കൂടുതൽ ശക്തനും ആത്മവിശ്വാസമുള്ളവരുമായി വളർന്നു. പ്രചോദനം ഉൾക്കൊണ്ട് ആര്യ തൻ്റെ ആദ്യ പറക്കലെടുക്കാൻ തീരുമാനിച്ചു. അവൾ മടിച്ചെങ്കിലും ധ്രുവിൻ്റെ വാക്കുകൾ ഓർത്ത് ദീർഘനിശ്വാസത്തോടെ അവൾ ചിറകുകൾ വിടർത്തി കൂട്ടിൽ നിന്ന് ചാടി. ആദ്യം അവളുടെ പറന്നു തുടങ്ങിയ ചിറകുകൾ കുലുങ്ങി. അവൾ ഇടറിപ്പോയി. പക്ഷെ താമസിയാതെ ചിറകുകൾക്ക് താഴെയുള്ള കാറ്റ് അവളെ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നതായി തോന്നി. തൻ്റെ കൂടിനപ്പുറമുള്ള ലോകത്തിൻ്റെ സൗന്ദര്യത്തിലും വിശാലതയിലും ആശ്ചര്യപ്പെട്ടുകൊണ്ട് ആര്യ കാടിന് മുകളിൽ ഉയർന്നു. അവളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കുന്നതിലൂടെ അവളുടെ യഥാർത്ഥ സാധ്യതകളും വരാനിരിക്കുന്ന അതിരുകളില്ലാത്ത അവസരങ്ങളും അവൾ കണ്ടെത്തിയെന്ന് സ്വയം മനസ്സിലാക്കി. തൻ്റെ കൂട്ടിലേക്ക് മടങ്ങിയെത്തിയ ആര്യയ്ക്ക് പുതിയൊരു ആത്മവിശ്വാസം തോന്നി. അവൾ ധ്രുവിനോട് നന്ദി പറയുകയും ആകാശം മുഴുവൻ കാണുന്നത് തുടരുകയും ചെയ്തു. സമർത്ഥ് താരയെ നോക്കി പറഞ്ഞു, ആര്യയെപ്പോലെ നിങ്ങൾക്ക് കണ്ടെത്താനുള്ള സ്വപ്നങ്ങളും സാധ്യതകളുമുണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കുന്നത് ഭയാനകമായേക്കാം. പക്ഷേ അത് വളർച്ചയുടെയും പൂർത്തീകരണത്തിൻ്റെയും പാതയാണ്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. വിശ്വാസത്തിൻ്റെ ആ കുതിപ്പ് എടുക്കുക. സമർത്ഥിൻ്റെ കഥയിൽ പ്രചോദനം ഉൾക്കേണ്ട താര തൻ്റെ ഗ്രാമത്തിനപ്പുറത്തേക്ക് ഒരു യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചു. അവൾ പുതിയ സ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്തു. വൈവിധ്യമാർന്ന ആളുകളെ കണ്ടുമുട്ടി. വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു. അത് അവളെ ശക്തിയും ബുദ്ധിമതിയും ആക്കി. ഓരോ ചുവടിലും അവൾ കൂടുതൽ ആത്മവിശ്വാസവും സംതൃപ്തിയും നേടി. വർഷങ്ങൾക്ക് ശേഷം താര തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. പോയ അതേ യുവതിയായിട്ടല്ല, മറിച്ച് അനുഭവങ്ങളും വിവേകവും നിറഞ്ഞ ഒരു പുതിയ ആളായിട്ട്. അവരുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു കിടക്കാനും അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനും അവൾ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചു. വളർച്ചയിലും ധൈര്യത്തിലും അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു. If you love to watch this video, you can like, share and subscribe.